അസ്സലാമു അലൈക്കും. അപ്പം എൻ്റെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് മൺചട്ടിയിലായിരുന്നു കറി വെച്ചത്. അപ്പം കുറച്ച് കറി ബാക്കിയുണ്ട്, അതിന് കുറച്ച് ചോറുണ്ട്. അപ്പം നമുക്ക് ചട്ടിയിൽ, മീൻ വെച്ച ചട്ടിയിൽ നമുക്കിങ്ങനെ പെരക്കി തിന്നാന്നറിയും. എന്താ നിങ്ങളുടെ നാട്ടിലൊക്കെ പറയുന്നത് കമൻറ്റ് ചെയ്യണേ. ചട്ടിയിൽ കുഴച്ച് തിന്നാം. ഇങ്ങനെ കുറച്ച് ചോറെടുത്തിട്ട് ഇങ്ങനെ ഇങ്ങനെ വടിച്ചിട്ട് ഇങ്ങനെ കുഴക്കാം. ആ അരി പറ്റി കിടക്കുന്ന മസാലകളാണ് ടേസ്റ്റ് വരിക. ഉണ്ടോ? വേണമെങ്കിൽ ലേശം ഉപ്പും ചേർക്കട്ടോ, നല്ല ടേസ്റ്റാണ്. ഇങ്ങനെയൊക്കെ പറയുമ്പോൾ തന്നെ വായിൽ വെള്ളം ഊറുന്നില്ലേ. എന്നിട്ട് ഇങ്ങനെ ഉരുട്ടുക. ഇങ്ങനെ ഉരുട്ടിയിട്ട് സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് വെക്കുക. ബാക്കി വരുന്ന കറിയിൽ കുറച്ച് ചോറിട്ട് പെരക്കി തിന്നാന്നറിയും, അല്ലെങ്കിൽ വരട്ടി തിന്നുക. ഞങ്ങളുടെ നാട്ടിലൊക്കെ അങ്ങനെ പറയാം. കൊയിലാണ്ടി ഭാഗത്തൊക്കെ പെരക്കുക, വരട്ടുക. ഇങ്ങനെ ഉരുളാക്കിയിട്ട് അപ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ ആ ചട്ടിയിലൊക്കെ ഇങ്ങനെ വരട്ടുമ്പോൾ നമ്മുടെ വയറ്റിലെ എൻസൈമൊക്കെ ഒന്ന് ഉണർന്ന് വായിൽ വെള്ളമെല്ലാം ഒന്ന് വന്ന് ദഹനത്തിന് നല്ലതാട്ടോ. മൺചട്ടിയിലിങ്ങനെ മൺചട്ടി കറി വെക്കുന്നത് നല്ലതാട്ടോ. അലൂമിനിയത്തിലൊന്നും കറി വയ്ക്കരുത്. ഇങ്ങനെ കുട്ടികൾക്ക് വാരി കൊടുത്താൽ കുട്ടികൾ ഭക്ഷണം കഴിക്കും. നല്ല ടേസ്റ്റ് ആയിരിക്കും. നല്ല ടേസ്റ്റ് കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യാൻ മറക്കരുത്. മോണിറ്റൈസേഷൻ ആയിട്ടില്ല, എല്ലാവരും പ്രാർത്ഥിക്കുക. ലൈവിൽ വരാൻ സമയമില്ലാത്തതുകൊണ്ട് കേട്ടോ. രാവിലെ 8:30 ഡ്യൂട്ടിക്ക് പോകണം. 5 മണിക്ക് അവിടെ നിന്ന് ഇറങ്ങണം. ഇവിടെ എത്തുമ്പോഴത്തേക്കിന് ഒരുപാട് സമയമാവും. ഈ ചട്ടിക്ക് ഭയങ്കര പൈസ കേട്ടോ. 130 റുപ്യ വാങ്ങിയത്. നല്ല കറുത്ത നിറത്തിലുള്ള ചട്ടിയാണ്. അപ്പം ചട്ടി കാലായി. അപ്പം നിങ്ങളിങ്ങനെ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. താങ്ക് യു.